എന്താണ് വാട്ടർ ഫാസ്റ്റിംഗ്? വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോഡ്. നിശ്ചിത സമയം ആഹാരം ഒന്നും കഴിക്കാതെ വെള്ളം മാത്രം കുടിക്കുന്ന ഉപവാസ രീതിയാണ് വാട്ടർ ഫാസ്റ്റിംഗ്. വളരെ വേഗം വണ്ണം കുറയ്ക്കുന്ന ഡയറ്റ് എന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ തരംഗമായ ഒന്നാണ് വാട്ടർ ഫാസ്റ്റിംഗ്. വാട്ടർ ഫാസ്റ്റിങ്ങിന് ചില ആരോഗ്യ ഗുണങ്ങളുണ്ടെന്ന് ചില പഠനങ്ങൾ അവകാശപ്പെടുന്നുണ്ട്. ഗുരുതരമായ രോഗാവസ്ഥകളിൽ നിശ്ചിത സമയം വെള്ളം മാത്രം കുടിക്കുന്നത് ഓട്ടോഫാഗി എന്ന അവസ്ഥയെ പ്രോത്സാഹിപ്പിക്കുമെന്നും പറയപ്പെടുന്നു. ഈ സമയം ശരീരകോശങ്ങളിലെ പഴക്കം വന്ന ഭാഗങ്ങൾ വിഘടിപ്പിക്കുകയും പുനഃസംഘടിക്കുകയും ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ വാട്ടർ ഫാസ്റ്റിങ്ങിന്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് വളരെ കുറച്ച് ഗവേഷണ റിപ്പോർട്ടുകൾ മാത്രമേ ഉള്ളൂ. എത്ര നേരം വരെ ആകാം? വാട്ടർ ഫാസ്റ്റ് എടുക്കുമ്പോൾ ശരീരം ഗ്ലൂക്കോസിനെ പ്രാഥമിക ഊർജ സ്രോതസ്സായി ഉപയോഗപ്പെടുത്തുകയും ശരീരത്തിൽ ശേഖരിക്കപ്പെട്ടിരിക്കുന്ന കൊഴുപ്പിനെ എരിക്കുകയുമാണ് ചെയ്യുന്നതെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു. കീറ്റോസിസ് എന്നാണ് ഈ പ്രക്രിയ അറിയപ്പെടുന്നത്. പക്ഷേ വളരെ കുറച്ച് സമയത്തേക്ക് മാത്രമേ വാട്ടർ ഫാസ്റ്റ് ചെയ്യാവൂ. കൂടുതൽ നേരം വാട്ടർ ഫാസ്റ്റ് ചെയ്താൽ പേശി നഷ്ടം ഉണ്ടാകും. 3 ദിവസം വരെ വാട്ടർ ഫാസ്റ്റ് എടുക്കാമെന്ന് പറയുന്നുണ്ടെങ്കിലും ഇതിന് ശാസ്ത്രീയ അടിത്തറയില്ല. എല്ലാവർക്കും ഈ ഉപവാസം അനുയോജ്യവുമല്ല. 24 മണിക്കൂർ മുതൽ 72 മണിക്കൂർ വരെ വാട്ടർ ഫാസ്റ്റ് എടുക്കാമെന്ന് പറയുന്നുണ്ടെങ്കിലും ഡോക്ടറുടെ ഉപദേശപ്രകാരം മാത്രമേ ഇത് ചെയ്യാവൂ. പരിധി വിട്ടാൽ വളരെ അപകടകരമാകുന്ന ഉപവാസമാണ് ഇത്. എടുക്കാൻ പാടില്ലാത്തവർ: സന്ധിവാതം, പ്രമേഹം, ഈറ്റിംഗ് ഡിസോർഡറുകൾ എന്നിവയുള്ളവരും ഗർഭിണികളും കുട്ടികളും വാട്ടർ ഫാസ്റ്റിംഗ് എടുക്കരുത്. സന്ധികളിൽ യൂറിക് ആസിഡ് ക്രിസ്റ്റലുകൾ അടിയുന്ന രോഗമാണ് സന്ധിവാതം. വളരെ വേദനാജനകമായ വാതരോഗമാണിത്. സന്ധിവാതമുള്ളവർ ആവശ്യമായ അളവിൽ വെള്ളം കുടിക്കേണ്ടതുണ്ട്. ഇവരിൽ നിർജ്ജലീകരണം ഉണ്ടായാൽ യൂറിക് ആസിഡ് തോത് വർദ്ധിക്കുകയും അത് ഇലക്ട്രോലൈറ്റ് അസന്തുലിതാവസ്ഥയ്ക്ക് കാരണമാവുകയും ചെയ്യും. വാട്ടർ ഫാസ്റ്റിംഗ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: വാട്ടർ ഫാസ്റ്റിംഗ് എടുക്കുമ്പോൾ ജീവിതശൈലിയിൽ ചില മാറ്റങ്ങൾ വേണ്ടതുണ്ട്. ആദ്യം തന്നെ ഒരു പോഷകാഹാര വിദഗ്ധനെയോ ഡയറ്റീഷ്യനെയോ കണ്ട് ആരോഗ്യസ്ഥിതി ഉറപ്പാക്കുക. ഒറ്റയടിക്ക് ഭക്ഷണം നിർത്താതെ ഓരോ ദിവസവും കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവ് കുറച്ച് വരിക. ഇലക്ട്രോലൈറ്റുകളുടെ അളവ് നിലനിർത്താൻ ധാരാളം വെള്ളം കുടിക്കുക. ശരീരത്തിലെ മാറ്റങ്ങൾ നൽകുകയും സൂചനകൾ മനസ്സിലാക്കി അതനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യുക. വളരെയധികം ക്ഷീണവും മന്ദിപ്പും തോന്നുകയാണെങ്കിൽ ഫാസ്റ്റിംഗ് നിർത്തുക. ഫാസ്റ്റിംഗ് സമയത്ത് കഠിനമായ വ്യായാമങ്ങൾ ചെയ്യാതിരിക്കുക. ഫാസ്റ്റിംഗ് കഴിഞ്ഞ ഉടനെ ഒറ്റയടിക്ക് ധാരാളം ഭക്ഷണം കഴിക്കാതിരിക്കുക. ശരീരദ്രവങ്ങളിൽ ഇലക്ട്രോലൈറ്റുകളുടെ അളവുകളിലും വളരെ വേഗം ചില മാറ്റങ്ങൾ ഉണ്ടാവുകയും മരണം വരെ സംഭവിക്കാവുന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്യും. ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട്. കൂടുതൽ വീഡിയോകൾ കാണുക, മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക. എത്നിക് ഹെൽത്ത് കോഡ്, ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്. ഈ വിലപ്പെട്ട അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടട്ടെ. ഈ വീഡിയോ ഷെയർ ചെയ്യൂ. നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോഡിന്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ. ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സി ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ മറക്കരുത്. എത്നിക് ഹെൽത്ത് കോഡിന്റെ എല്ലാ വീഡിയോകളും എല്ലായ്പ്പോഴും യൂട്യൂബ് ചാനലിൽ. എത്നിക് ഹെൽത്ത് കോഡ്, ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്.